ഹായ്, വെൽക്കം അവർ ചാനൽ മോംസ് ടു മാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് കണ്ടത്, പഠിച്ചത് നമ്മൾ ദ റെയിൻബോ അല്ലേ. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി ടെക്സ്റ്റ് ആക്ടിവിറ്റീസാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച ആ പോയം നമ്മൾ വായിച്ചല്ലോ 2-3 പ്രാവശ്യമൊക്കെ. അപ്പം നമുക്കിനി ഈ ആക്ടിവിറ്റീസ് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ടിക്ക് ദ കറക്റ്റ് ഓപ്ഷൻ. ശരിയായുള്ളവ ടിക്ക് ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ബോട്ട് സെയിൽ ഓൺ ദ എന്തിലാണ്, പോൺസ്, റിവേഴ്സ്, സ്റ്റീം. എന്താണ് ബോട്ട് സെയിൽ ഓൺ ദ ഫസ്റ്റ് ലൈൻ തന്നെ അതാണ്. എന്താണ് ബോട്ട് സെയിൽ ഓൺ ദ റിവേഴ്സ്. അപ്പോൾ റിവേഴ്സിനെ ടിക്ക് ചെയ്യണം. അടുത്ത്, ക്ലൗഡ് സെയിൽ അക്രോസ് ദ ഗ്രൗണ്ട്, റിവർ, സ്കൈ. എന്താണ് ക്ലൗഡ്സ് എവിടെയാണ് സെയിൽ ചെയ്യുന്നത്? ക്ലൗഡ് സെയിൽ അക്രോസ് ദ സ്കൈ. ദ ബോ ദാറ്റ് ബ്രിഡ്ജസ് വാട്ടർ, സ്കൈ, ഹെവൻ. ബോ ദാറ്റ് ബ്രിഡ്ജസ് എവിടെയാണ്? ഹെവൻ, സി. അടുത്ത്, ഫോർത്ത് ക്വസ്റ്റ്യൻ, ബിൽസ് റോഡ് ഫ്രം എർത്ത് ടു. എന്താണ് എവിടെ നിന്നാണ് ഇങ്ങനെ വഴി കാണുന്നത്? എർത്ത് ടു സ്കൈ. ടിക്ക് ചെയ്യുക. അപ്പോൾ എത്രയാണ് ടിക്ക് ചെയ്യേണ്ട ആൻസേഴ്സ്. ഇനി അടുത്തെന്താണ് ബി പാർട്ട്, റൈറ്റ് ടി ഫോർ ട്രൂ ആൻഡ് എഫ് ഫോർ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. ട്രൂ ആണെങ്കിൽ ടിയും കൊടുക്കുക, തെറ്റാണ് ഫാൾസ് ആണെങ്കിൽ എഫും കൊടുക്കണം. ഷിപ്പ് സെയിൽ ഓൺ ദ റിവർ. ഷിപ്പ് എവിടെയാണ് കാണുന്നത്? ഷിപ്പ് സെയിൽ ഓൺ ദ സീസ്. നമ്മൾ പഠിച്ചു സീസ്. അപ്പോൾ ഇത് തെറ്റല്ലേ? അപ്പോൾ എന്താണ് ഫാൾസ്, എഫ്. അടുത്തത്, ക്ലൗഡ് സെയിൽ അക്രോസ് ദ സ്ട്രീം. ക്ലൗഡ് സെയിൽ അക്രോസ് ദ സ്കൈ. സ്ട്രീം അല്ലല്ലോ, അപ്പോൾ ഇതും ഫാൾസ്, എഫ്. കാണാവോ? എഫ്. അടുത്ത്, തേർഡ് ക്വസ്റ്റ്യൻ, ബോട്ട് സെയിൽ ഓൺ ദ റിവേഴ്സ്. അത് ഫസ്റ്റ് ലൈനാണ്. ബോട്ട് സെയിൽ ഓൺ ദ റിവേഴ്സ്, ട്രൂ. അപ്പോൾ എന്താണ് ടി. ഇനി അടുത്ത്, ആൻസർ ദ ഫോളോയിങ്, സി പാർട്ട്. വാട്ട് ആർ ദ 3 തിങ്സ് ദാറ്റ് സെയിൽ. ഏതൊക്കെ 3 കാര്യങ്ങളാണ് സെയിൽ ചെയ്യുന്നത്? ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ? ഫസ്റ്റ് വൺ, ദ ബോട്ട്. ദ ബോട്ട്. അടുത്തെന്താണ്? ദ ഷിപ്പ്. ദ ഷിപ്പ്, ഷിപ്സ്, ബോട്ട്സ്, ഷിപ്സ്. പിന്നെ എന്താണ്? ആൻഡ് ദ ക്ലൗഡ്സ്. അപ്പോൾ ഏതൊക്കെ 3 കാര്യങ്ങളാണ്? CLOUDS, ക്ലൗഡ്സ്. ഓക്കെ, ഏതൊക്കെയാണ്? ദ ബോട്ട്സ്, ദ ഷിപ്പ് ആൻഡ് ദ ക്ലൗഡ്സ്. അടുത്ത്, വാട്ട് ഈസ് ദ ബോ ദാറ്റ് ഗോസ് ഫ്രം ദ എർത്ത് ടു ഹെവൻ. ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് എന്താ പോകുന്ന ഈ ബോ പോലെ? ദ റെയിൻബോ. എന്താണ്? ദ റെയിൻബോ. ദ റെയിൻബോ ഗോസ് ഫ്രം, ബാക്കി ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട്, ഫ്രം ദ എർത്ത് ടു ദ ഹെവൻ. ഇനി അടുത്ത് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഡു യു തിങ്ക് ദാറ്റ് ക്ലൗഡ്സ് ആൻഡ് റെയിൻ ഡ്രോപ്സ് ആർ പ്രിറ്റിയർ ദാൻ ബോട്ട്സ്, ഷിപ്സ് ആൻഡ് ബ്രിഡ്ജസ്? വൈ? ഡു യു തിങ്ക്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ക്ലൗഡ്സും റെയിൻ ഡ്രോപ്സും ഈ ബോട്ടിനെയും ഷിപ്പിനെയും ബ്രിഡ്ജസിനെ കാട്ടിയും പ്രിറ്റിയർ, അതിമനോഹരമാണെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. അപ്പം എന്താണ് അവിടെ എഴുതേണ്ടത്? യെസ്. ഇനി വൈ, എന്തുകൊണ്ടാണ് തോന്നുന്നതിന് കാരണം? മറ്റതൊക്കെ, അതായത് ക്ലൗഡ്സും റെയിൻ ഡ്രോപ്സും എന്താണ്? നമ്മുടെ പ്രകൃതിയാലുള്ളവയാണ്. അപ്പോൾ പ്രകൃതി ഭംഗിയുള്ളതാണ്. അപ്പോൾ യെസ്. അടുത്തെന്താണ്? വൈ? ദ ക്ലൗഡ്സ് ആൻഡ് റെയിൻ ഡ്രോപ്സ് ആർ ബ്യൂട്ടി ഓഫ് നേച്ചർ. The clouds and rain drops
ആർ എന്തിനെ കാണിക്കുന്നു? റെപ്രസെൻറ്റ് എന്തിനാണ് കാണിക്കുകയാണ്? എന്താണ് കാണിക്കുന്നത്? ബ്യൂട്ടി ഓഫ് നേച്ചർ, പ്രകൃതിയുടെ ഭംഗിയാണ് കാണിക്കുന്നത്, ബ്യൂട്ടി ഓഫ് നേച്ചർ. മറ്റതൊക്കെ എന്താണ്? ഈ ബോട്ടും ഷിപ്പും ബ്രിഡ്ജസും ഒക്കെ എന്താണ്? നമ്മൾ തന്നെ മനുഷ്യർ തന്നെ ഉണ്ടാക്കുന്നതാണ്. മറ്റത് പ്രകൃതിയാലുള്ള ഭംഗിയുള്ളവയാണ്. അപ്പോൾ എന്താണ്? യെസ്, ദ ക്ലൗഡ്സ് ആൻഡ് റെയിൻ ഡ്രോപ്സ് ആർ റെപ്രസെൻറ്റ്സ് ബ്യൂട്ടി ഓഫ് നേച്ചർ. ഇനി അടുത്ത് മാച്ച് ദ ഓപ്പോസിറ്റ്. എന്താണ്? വിപരീതമില്ലേ, അത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് വൺ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ലത്, കൊള്ളാം, നല്ലത്. ബെസ്റ്റിൻ്റെ ഇവിടെ 4 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. അതിൻ്റെ ബെസ്റ്റിൻ്റെ ആൻസർ ഇവിടെ ബി പാർട്ടിൽ ഏതായിരിക്കും? ഡേർട്ടി ആണോ, നെവർ ആണോ, ഇൻകംപ്ലീറ്റ് ആണോ, വേസ്റ്റ് ആണോ? വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും കൊള്ളാത്തവ അല്ലെങ്കിൽ നല്ലതല്ലാത്തത്. അപ്പം ബെസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് വേസ്റ്റ്. അടുത്ത് കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ പൂർത്തീകരിച്ചവ. ഇൻകംപ്ലീറ്റ് പൂർത്തീകരിക്കാത്തത്. രണ്ടാമത്തത് സി. നീറ്റ് എന്ന് പറഞ്ഞാൽ വൃത്തിയുള്ളത് നീറ്റ്. ഡേർട്ടി എന്ന് പറഞ്ഞാൽ വൃത്തിയില്ലാത്തത്. ഓൾവേസ് എപ്പോഴെന്നോ എല്ലായ്പ്പോഴെന്നോ എന്ന് വേണോ പറയാം. ഓൾവേസ്. നെവർ ഇല്ല, ഒന്നുമില്ല. ഓക്കെ, അപ്പം നമ്മുടെ റെയിൻബോയുടെ ടെക്സ്റ്റ് ആക്ടിവിറ്റീസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ചാപ്റ്റർ അടുത്ത വീഡിയോയിൽ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇനി ഈ വീഡിയോസിൽ മാറ്റം വരുത്താനുണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും പുതിയത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ പുതിയ ഏതെങ്കിലും ചാപ്റ്റർ എടുക്കാനുള്ളതായും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പ്ലീസ് സപ്പോർട്ട്, സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക് മൈ വീഡിയോ. ഓക്കെ, താങ്ക് യു.